ടി പ്രേമവല്ലി ടീച്ചറുടെ പ്രേമവല്ലിയിലെ മുല്ലപ്പൂവ് ഒരു ജീവിതയാത്ര പ്രകാശനം ചെയ്തു. എളയാവൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും അധ്യാപികയുമായ PC പ്രേമവല്ലി ടീച്ചർ രചിച്ച പ്രേമവല്ലിയിലെ മുല്ലപ്പൂവ് എന്ന ജീവിതയാത്രാ പുസ്തകം കെ. സുധാകരൻ MP, കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ സുമാ ബാലകൃഷ്ണൻ നൽകി പ്രകാശനം ചെയ്തു. KC രാജൻ മാസ്റ്റർ, സുരേഷ് ബാബു, എളയാവൂർ ശ്രീജ മഠത്തിൽ, KC വത്സല, T പ്രദീപൻ, PV രാജേന്ദ്രൻ മാസ്റ്റർ, PV സുഗതൻ മാസ്റ്റർ, തങ്കമ്മ വേലായുധൻ, PC വസന്തൻ, സുനിൽ മണ്ടേൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചു. PC പ്രേമവല്ലി ടീച്ചർ മറുപടി നൽകി സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. ടീച്ചർ പലരുമായും ഇതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തി. പ്രത്യേകിച്ച് സുരേഷ് ബാബു എളയാവൂരും നമ്മുടെ പ്രദീപേട്ടനുമായൊക്കെ ആശയവിനിമയം നടത്തി. അതിൻ്റെ ഇടയിലാണ് ഞാനും കൂടി ആ കാര്യങ്ങൾക്ക് ടീച്ചറോടൊപ്പം ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. ടീച്ചറുടെ കയ്യിൽ ആയിരക്കണക്കിന് ആ ഫോട്ടോ ഇതുമായി ബന്ധപ്പെട്ട റെലവൻ്റായ ഫോട്ടോകളെല്ലാം സെലക്ട് ചെയ്ത് അവരുടെ അനുഭവങ്ങൾ പ്രത്യേകമായി അധ്യായം രൂപത്തിൽ തയ്യാറാക്കിയതിനോട് ചേർത്ത് അവരുടെ കുടുംബ ഫോട്ടോ ഉൾപ്പെടെ എല്ലാം കൂടി ചേർത്തൊരു പുസ്തകം അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നിരവധി തവണ ഞാൻ ടീച്ചറുടെ വീട്ടിൽ ചെന്ന് ടീച്ചറുമായും ടീച്ചറുടെ പ്രിയതമൻ വിനയേട്ടനുമായും ഈ കാര്യങ്ങൾ ആശയവിനിമയം നടത്തി. അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് പ്രിൻറ്റിന് വേണ്ടി DTP ചെയ്ത് ലേഔട്ട് ചെയ്ത് അതിൻ്റെ അവസാന വർക്ക് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ശ്രീ വിനയകൃഷ്ണൻ്റെ ആകസ്മികമായ നിര്യാണമുണ്ടായത്. കാണുന്ന ദിവസം വരെ വളരെ ആരോഗ്യവാനായി വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പ്രകടമാകാതെ രീതിയിലുള്ള വിനയകൃഷ്ണേട്ടൻ പെട്ടെന്നൊരു ദിവസം വീണതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം മരണപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ടീച്ചർ അതോടുകൂടി വലിയ പ്രയാസത്തിലാവുകയും ഇത് അദ്ദേഹത്തിന് ഏറെ താല്പര്യമുള്ള ഒരു കാര്യമാണ് എന്നും അത് നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പ്രയാസമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ ലേഔട്ട് ചെയ്ത ഡിസൈൻ ചെയ്ത പുസ്തകം പിന്നീട് പ്രിൻ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അത് പ്രകാശനം ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 40 ദിവസത്തെ ചടങ്ങുകളും അത് കഴിഞ്ഞ് ടീച്ചർക്കൊരല്പം റിലാക്സ് ചെയ്യാൻ വേണ്ടി
ഇപ്പോഴും റിലാക്സ് ആയില്ല. ടീച്ചർ ആളുകളെല്ലാം കാണുമ്പോൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ പലപ്പോഴും ഫോണിൽ വിളിക്കുമ്പോൾ ടീച്ചറോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചാണ് ഇത് അവസാനം അവരുടെ കുടുംബാംഗങ്ങളുടെ മക്കളുടെ കൂടി താല്പര്യപ്രകാരം ഇത് പ്രകാശനം ചെയ്യാം എന്നുള്ള സ്ഥിതി വന്നത്. അപ്പോഴാണ് ഇതാരാണ് പ്രകാശനം ചെയ്യേണ്ടത്? ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ടീച്ചറോടൊത്ത് അല്ലെങ്കിൽ ടീച്ചറെ ഏറെ കാര്യമായി പരിഗണിക്കുന്ന ബഹുമാന്യായ കെ സുധാകരൻ MP-യുടെ വീട്ടിൽ ചെന്ന് ഞാനിങ്ങനൊരു ഉദ്യമം നിർവഹിക്കുന്നുണ്ട്, അതിനൊരു ആശംസാക്കുറിപ്പ് എഴുതണം എന്ന് MP-യോട് അഭ്യർത്ഥിച്ചപ്പോൾ MP യഥാർത്ഥത്തിൽ ഒരു ആശംസാക്കുറിപ്പല്ല, ഒരു ആമുഖ ലേഖനം എന്നുള്ള നിലയിലുള്ളൊരു ലേഖനം ടീച്ചർക്ക് എഴുതി കൊടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അപ്പോൾ ടീച്ചർ പറയുന്നത് MP-യെ കൊണ്ടിത് ചെയ്യിക്കാൻ കഴിയുമോ എന്ന് ടീച്ചർ തന്നെ പ്രതിഭാട്ടിനെയും കൂട്ടി MP-യുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഇത് സ്വീകരിക്കുകയും ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേരാമെന്ന് പറയുകയുമാണ് ചെയ്തത്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ടീച്ചറുടെ ഈ ഒരു ആഗ്രഹത്തിന് ഏതാണ്ട് 1.5 വർഷത്തെ ദൂരമുണ്ട്. ഞാനും ശ്രീ പ്രദീപനും പിന്നെ ശ്രീ KC രാജൻ മാസ്റ്ററും നമ്മളിലൂടെയാണ് ഇതൊരാശയമായി അതിങ്ങനെ ഇന്ന് പ്രകാശിതമാകാൻ പോകുന്നത്. ടീച്ചറിങ്ങനെ ഒരു കുറിപ്പ് തരണമെന്ന് പറഞ്ഞപ്പോൾ രാജൻ മാഷ് പറഞ്ഞതുപോലെ പേനയെടുത്ത് മനസ്സിൽ ടീച്ചറുടെ രൂപം, പ്രത്യേകിച്ചും എൻ്റെ അമ്മയുടെ വിടവിന് ശേഷം ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് വന്ന 1-2 മുഹൂർത്തങ്ങളിലൂടെ എൻ്റെ മനസ്സ് കടന്നു പോവുകയും ഒരു പുത്ര നിർവിശേഷമെന്നോ മാതൃ സ്നേഹത്തിൻ്റെ തുളുമ്പലെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു സന്നിഗ്ധത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ പേനയെടുത്തപ്പോഴാണ് പ്രേമവല്ലിയിലെ പ്രേമ ടീച്ചർ തന്നെ, അതിന് സംശയമൊന്നും. മുല്ലപ്പൂ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം. ഈ സൗരഭ്യം കുടുംബത്തിൽ, ഭർത്താവിൽ, മക്കളിൽ, പിന്നെ സഹൃദയരിൽ, നാട്ടുകാരിൽ, സഹജീവികളിൽ എല്ലാം മനോഹരമായി പരിലസിക്കുമാറ് മുഗ്ധമായ ഒരു മനോഭാവത്തോടെ ജീവിച്ച ഒരാളെന്ന നിലയിൽ കൂടി മുല്ലപ്പൂവായിക്കോട്ടെ എന്ന് ഞാൻ കരുതുകയും ചെയ്തു. ഇവിടെ പ്രേമവല്ലി എന്ന് പറയുന്ന വല്ലി നമുക്കെല്ലാം അറിയാം, പടരുന്ന ഒന്നാണ്. വിനയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഗാത്രത്തിലേക്ക്, ശരീരത്തിലേക്ക് ടീച്ചർ വളരെ സ്നേഹ പരിമളത്തോടെ പടർന്നു കയറിയതിൻ്റെ കൂടി ഒരു തോന്നലിലാണ് ഞാനത് എൻ്റെ ആമുഖത്തിൽ കുറിച്ചത്. പിന്നീട് ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറുടെ മകൻ പറഞ്ഞു, പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മളേറെ ബഹുമാനിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ ബഹുമാനീയനായ നേതാവ്, നമ്മുടെ ബഹുമാനീയനായ MP അത് പ്രകാശനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലേറെ അല്ലെ ഒരു ഇരട്ടി മധുരമായി നമ്മൾക്ക് തോന്നുകയാണ്. ഞാനെപ്പോഴും പ്രസംഗിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെയും അപ്രീഷിയേറ്റ് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, there is a lady behind with an every successful man. വിജയശ്രീലാളിതനാകുന്ന ഓരോ പുരുഷൻ്റെയും പിന്നിൽ ഒരു സ്ത്രീയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാം, സഹോദരിയാകാം, കാമുകിയാകാം, മറ്റാരെങ്കിലുമാകാം. പക്ഷേ ഇവിടെ ആ പഴമൊഴിയെ നമ്മൾ മാറ്റി എഴുതുകയാണ്. There is a man behind with പ്രേമവല്ലി ടീച്ചർ. പ്രേമവല്ലി ടീച്ചറുടെ ജീവിതകഥ ഇവിടെ പറഞ്ഞപ്പോൾ, KC രാജൻ മാഷൻ സാധഭാഷത്തിലൂടെ വിവരിച്ചപ്പോൾ ഏറെ ബഹുമാനത്തോടെ, ഏറെ ആദരവോടെ ടീച്ചറുടെ പ്രിയതമനെക്കുറിച്ച്, സ്ത്രീയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ടീച്ചറിൻ്റെ ഭർത്താവ് മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തരുടെയും ജ്യേഷ്ഠ സഹോദരനാണ്.
ഒരു സ്ത്രീ, അത് ഭാര്യയാവട്ടെ ആരുമാവട്ടെ, അവരുടെ ചലനങ്ങളെ നോക്കി, അവരുടെ പ്രവൃത്തികളെ നോക്കി, അവർ കടന്നു വന്ന വഴികളിൽ ദീപമായി പ്രകാശിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ വിജയകൃഷ്ണേട്ടൻ. തന്നെയുമല്ല, ടീച്ചറിനെ ഓരോ രീതിയിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പല സ്ത്രീകളും പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോൾ, അല്ലെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, അല്ലെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവർ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കറിയാം. വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തീർത്ത്, കുട്ടികളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത്, താൻ ചെയ്യേണ്ട കാര്യങ്ങൾ താൻ തന്നെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കൈത്താങ്ങായി നിൽക്കുന്ന ഭർത്താക്കന്മാർക്ക് അപൂർവമാണ്.